അത്ഭുതകരമായ ഒരു രക്ഷപ്പെടലാണ് നമ്മൾ കണ്ടത്. ആലപ്പുഴ കായംകുളം കണ്ടല്ലൂരിൽ അച്ഛനെയും മകനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ച അക്രമി വാളുമായി ഭീഷണി മുഴക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കണ്ടല്ലൂർ സ്വദേശികളായ അജീന്ദ്രദാസിനും മകൻ അക്ഷയദാസിനും ബന്ധു ദീപയ്ക്കുമാണ് വെട്ടേറ്റത്. പ്രതികളായ കണ്ടല്ലൂർ അഞ്ചുതെങ്ങിൽ അരുൺ സുധാകരൻ, പോത്തുപറമ്പിൽ ഉത്തമൻ എന്നിവർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ദൃശ്യങ്ങളിലേക്ക് എം രാജേഷ് വിവരങ്ങൾ. രാജേഷ്, വാളുമായുള്ള ഈ ഭീഷണി എന്തിനായിരുന്നു? എന്തായിരുന്നു പ്രകോപനം? രാജേഷ്, എങ്ങനെയാണ് അവിടെ ഈ ഒരു അക്രമ സംഭവം അരങ്ങേറിയത്? അക്രമിക്ക് ഇവരുമായി മുൻപരിചയമുള്ള ആളാണോ? ഈ കായംകുളം കണ്ടല്ലൂരിലാണ് ഇത്തരത്തിൽ അജീന്ദ്രദാസ്, ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ മകൻ അക്ഷയ്ദാസ്, ബന്ധു ദീപ എന്നിവർക്ക് ഇത്തരത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. ഞായറാഴ്ച രാത്രി 9:30 സംഭവം. ഇവരുടെ തന്നെ ബന്ധുക്കളുമായി ഇതിനു മുമ്പും തർക്കമുണ്ടായിരുന്നു. ഇതിൽപ്പെട്ട ആളുകളാണ് ഇപ്പോൾ പ്രതികളായിട്ടുള്ളത്. അരുൺ സുധാകരൻ, ഉത്തമൻ എന്നീ 2 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെ കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. വടിവാളുമായി ഇത്തരത്തിൽ ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണിപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. കനകക്കുന്ന് പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുള്ളത്. ഈ പരിക്കേറ്റ ആളുകളെ അപ്പോൾ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഒപ്പം ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം ഇവർക്ക് പ്രാഥമിക ചികിത്സ നൽകി. ഇതിൽ ഒരാളുടെ നില അത്യാവശ്യം നന്നായി പരിക്കേറ്റിരുന്നു. ഇദ്ദേഹത്തെ പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഇതിനകത്ത് കൗണ്ടർ കേസ് ഫയൽ ചെയ്യുന്നതിനായി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഹാജരായ സമയത്താണ് അരുൺ സുധാകരനെയും ഉത്തമനെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും ഒപ്പം തന്നെ കോടതി 14 ദിവസത്തേക്ക് ഇവരെ റിമാൻഡ് ചെയ്യുന്നതും. സുജയ.